നമസ്കാരം, ഫുട്ബോൾ പേജിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളാണെങ്കിൽ ഇന്ന് ലണ്ടൻ ക്ലബ്സ്, അതായത് ടോപ്പ് 3 ലണ്ടൻ ക്ലബ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിൻഡോയിൽ അവർ എന്ത് ചെയ്യുന്നു, സ്ക്വാഡിൽ ഇംപ്രൂവ്മെന്റ്സ് വന്നോ, എവിടെയൊക്കെയാണോ ഇംപ്രൂവ്മെന്റ്സ് വേണ്ടത്, അവിടെയൊക്കെ വന്നിട്ടുണ്ടോ, റൈറ്റ് ആയിട്ടുള്ള അഡീഷൻസ് ആണോ വരുന്നത്, സോ ഓവറോൾ എന്താണ് അവരുടെ വിൻഡോയെ കുറിച്ചുള്ള ഒപ്പീനിയൻ, അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയനും പറയാം, ഞാൻ ജസ്റ്റ് എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. സോ 3 ക്ലബ്ബുകൾ, ആർസണൽ, ചെൽസി, അതുപോലെ തന്നെ ടോട്ടൻഹാം ഹോട്ട്സ്പർ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ആർസണലിൽ നിന്ന് തുടങ്ങാം. സോ ആർസണലിന്റെ ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെയാണ് പോകുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇറ്റ്സ് ഗോയിങ് ഓക്കെ റൈറ്റ് നൗ. പക്ഷേ ചിലപ്പോഴതൊരു ഡിസാസ്റ്റർ ആവാം, ചിലപ്പോഴതൊരു സൂപ്പർ വിൻഡോ ആയി മാറാം, എന്തുവായി മാറാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം നിൽക്കുന്നത്. ലാസ്റ്റ് ഇയർ പലരും മാഞ്ചസ്റ്റർ സിറ്റി ഡ്രോപ്പ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന സൈഡ് ആർസണലാണ്. പക്ഷെ ആർസണലിന് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ ഡിഫെൻസീവ് ഇഷ്യൂസോ മേ ബി മിഡ്ഫീൽഡ് ക്രിയേറ്റിവിറ്റി ഒരു ഫാക്ടർ ആവാൻ ലാക്കൗട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ എന്നാലും മേജർ ഫാക്ടർ എന്തായാലും നാച്ചുറൽ ഗോൾ സ്കോറേഴ്സ് അപ്രണ്ട് ഇല്ലാത്തത് ആർസണലിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ഒരു സ്ട്രൈക്കർ, മേ ബി ഒരു ലെഫ്റ്റ് വിങ്ങർ. ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ കയ്യിൽ നിന്ന് ഓവർ ഡിഫെൻസീവ് വർക്ക്ലോഡ് ആണോ അർട്ടേറ്റ ഫോഴ്സ് ചെയ്യുന്നത്, എന്തുകൊണ്ട് മാർട്ടിനെല്ലിക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല, അഥവാ മാർട്ടിനെല്ലി ക്ലിനിക്കൽ ആവുന്നില്ല ഈവൻ ചാൻസുകൾ കിട്ടിയ. സാക്കേനെ ഓവർ ഡിപ്പെൻഡൻസ് ആണ്. ഒഡിഗാർഡ് ബിഗ് ഗെയിംസിൽ ഡിസപ്പോയിന്റ് ചെയ്യുന്നു. ഒഡിഗാർഡിന് അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഇതെല്ലാം ഒരു ബിഗ് ഫാക്ടറാണ്. സോ എന്താണ് ആർസണൽ ഈ വിൻഡോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോ ആർസണൽ മിഡ്ഫീൽഡിൽ ഡെഫിനറ്റ്ലി അപ്ഗ്രേഡ് നടത്തിയിട്ടുണ്ട്. സുബിമെൻഡി ആർഗ്യൂബലി ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു ഈ വിൻഡോയിൽ. ആൻഡ് വിത്തൗട്ട് എ ഡൗട്ട് ഗ്രേറ്റ് സൈനിങ് സുബിമെൻഡി ടു ആർസണൽ. അതും വാല്യൂ ഫോർ മണി സൈനിങ്, 50 മില്യൺ യൂറോസിന്റെ പൗണ്ട്സിന്റെ പാക്കേജിന്. ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി സൈനിങ്, സ്റ്റീൽ ഡീൽ തന്നെ പറയാൻ പറ്റും. ഗ്രേറ്റ് സൈനിങ്, അവിടെ മാസീവ് അപ്ഗ്രേഡ് കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് ജോർജിനോയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് നോഗാർഡ് എന്ന് പറയുന്ന പ്ലെയറിനെയും കൊണ്ടുവന്നത്. ഒരു ഗ്രേറ്റ് മൂവ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 30+ ആണ്, പക്ഷേ ഫോർ ദ പ്രൈസ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ. സോ മിഡ്ഫീൽഡിൽ മെറീനോ, നോഗാർഡ്, ഇപ്പം സുബിമെൻഡി വന്നു. സോ ഡെക്ലൻ റൈസിന് ആളുടെ നാച്ചുറൽ റോൾ കളിക്കാനായിട്ട് സാധിക്കും. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. മിഡ്ഫീൽഡിലാണെങ്കിൽ അവർ മറ്റൊരു അഡീഷൻ ആയിട്ട് നോക്കുന്നത് ഇപ്പോൾ എസ്സേനെ, മിഡ്ഫീൽഡ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്പർ 10 റോളിൽ എസ്സേനെയോ ചാവി സിമൻസിനെയോ കൊണ്ടുവരാനായിട്ട് നോക്കുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. കാരണം ഒഡിഗാർഡിന് അവിടെ ഒരു കോമ്പറ്റീഷൻ വരേണ്ടത് വളരെ 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 അത്യാവശ്യമാണ്. കാരണം ബിഗ് ഗെയിംസിൽ ഇച്ചിരി ഡിസപ്പോയിന്റിങ് ആയിരുന്നു. കൂടാതെ അവിടെ കോമ്പറ്റീഷൻ ഇല്ലാത്തതും ഒഡിഗാർഡിന് കാര്യങ്ങൾ എളുപ്പമാക്കിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. സോ എസ്സേയോ ചാവി സിമൻസിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് മൂവ് ആയിട്ട് തോന്നുന്നുണ്ട്. മെയിൻലി എസ്സേ ആയിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു, അടിയിൽ ഡൺ ആക്കുമെന്ന് കേൾക്കുന്നുണ്ട്. സോ എസ്സേനെ ഒരു ലെഫ്റ്റ് വിങ്ങർ ആയിട്ടല്ല, ഒരു കോമ്പറ്റീഷൻ ഫോർ ഒഡിഗാർഡ് അഥവാ നമ്പർ 10 റോളിലായിട്ടാണ് പരിഗണിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. സോ ആ ഡീൽ ഡൺ ആവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് സൈനിങ്. അതുപോലെ തന്നെ അവർ ക്രിസ്ത്യൻ മൊസ്കോറ ആയിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. അത് മെഡിക്കലിന്റെ കാര്യത്തിൽ 2 ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ക്രിസ്ത്യൻ മൊസ്കോറ ഡീൽ ഫൈനലൈസ് ആവുകയാണെങ്കിൽ അതൊരു സൂപ്പർ ബൈ ആയിരിക്കും, വാല്യൂ ഫോർ മണി. മാത്രമല്ല ഒരു എക്സൈറ്റിംഗ് യങ്സ്റ്റർ, സൂപ്പർ ബൈ. സോ ഡിഫൻസിൽ കൂടുതൽ സ്ട്രോങ്ങർ ആവും. ഗോൾ കീപ്പർ സിറ്റുവേഷനിൽ ബാക്കപ്പ് ഗോൾ കീപ്പറായിട്ട് കെപ്പനെ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ സൂപ്പർ പെർഫോമൻസ് ആണ് പ്രീമിയർ ലീഗിൽ ബോൺമത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നത്. സോ ബാക്കപ്പ് ഗോൾ കീപ്പർ റയ ഫസ്റ്റ് ചോയ്സ്, ബാക്കപ്പ് ആയിട്ട് കെപ്പ, ഗ്രേറ്റ് അവിടെ അഡീഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് ആർസണലിനെ ഏറ്റവും കൂടുതൽ വറി ചെയ്തുകൊണ്ടിരുന്ന ഏരിയ ഇതാണ്. ഫ്രണ്ട് അവർ ഗോൾസ് സ്കോർ ചെയ്യാനായിട്ട് പല മാച്ചുകളിലും ക്ലിനിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സ് ഇല്ലാത്തത്, അതൊരു നാച്ചുറൽ നമ്പർ 9 ഇല്ലാത്തത് ആർസണലിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആർസണൽ സ്ട്രൈക്കർ അഡീഷൻ ആയിട്ട് ആരെയാണ് കൊണ്ടുവന്നത്? ഒന്ന് മാഡ്വേക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ മാഡ്വേക്കനെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കൂടുതൽ കോമ്പറ്റീഷൻ പ്രൊവൈഡ് ചെയ്യാൻ, ഒരു ബാക്കപ്പ് ഓപ്ഷൻ, അല്ലെങ്കിൽ ബെഞ്ചിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൽ മേ ബി സാക്കിക്ക് റീപ്ലേസ് ചെയ്യണോ, അല്ലെ ലെഫ്റ്റിൽ ഒരു റീപ്ലേസ്മെന്റ്, ആ 2 സൈഡിലും കുഴപ്പമില്ല കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ല സ്റ്റാർട്ടിംഗ് ലെഫ്റ്റ് വിങ്ങർ ആയിട്ടാണ് മാഡ്വേക്കനെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ ആർഗ്യ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 55 മില്യൺ പൗണ്ട്സോളം ഈ താരത്തിൽ മുടക്കിയത് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഗ്യോക്കറസ് ഡീൽ, അതാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് സംസാരിക്കുന്നത്. സോ വിക്ടർ ഗ്യോക്കറസ് ഡീൽ നമുക്കറിയാം ഇപ്പം ആഡ് ഓൺസിന്റെ ഇഷ്യൂസിന്റെ പേരിൽ ആ കാര്യം ഇപ്പം ബ്ലോക്ക് ആയിരിക്കുകയാണ്. സോ വിക്ടർ ഗ്യോക്കറസിനെ ആർസണലിൽ പുൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഡീൽ ഓഫ് ആവുകയാണെങ്കിൽ എന്താണ് ആർസണലിന്റെ മറ്റൊരു ചോയ്സ് എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. ആർസണൽ മറ്റാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. സോ ഇപ്പം പ്രീ സീസൺ ഓൾമോസ്റ്റ് തുടങ്ങി. സോ അവരുടെ മെയിൻ അഡീഷനായ സ്ട്രൈക്കറിനെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. സോ നമുക്കറിയാം പ്രീമിയർ ലീഗ് ഈ സീസൺ വളരെ 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 ടൈറ്റ് ആണ്. മേ ബി 1, 2, 3 കളി, ആദ്യത്തെ 3-4 കളികൾ തന്നെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താൽ ചിലപ്പം കയ്യിൽ നിന്ന് പോകാം. കാരണം എല്ലാ ടീമും സ്ക്വാഡ് ഡെപ്ത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗ്യോക്കറസ് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആർസണലിന്റെ ആവശ്യമാണ്. ആ ഒരു സ്ട്രൈക്കർ അഡീഷൻ ഇല്ലാതെ അവർ നെക്സ്റ്റ് സീസൺ പോവുകയാണെങ്കിൽ അത് അവർക്ക് റിയലി വറിയിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ റോഡ്രിഗോനെ അവർക്ക് പുൾ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതൊരു ഓപ്ഷൻസ് അവർ കണ്ടുവച്ചിട്ടുണ്ടോ, അതും ആൻസർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം മാർട്ടിനെല്ലിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓവർ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെ മാഡ്വേക്കനെ എവിടെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ മാർട്ടിനെല്ലി ആൻഡ് മാഡ്വേക്കെ ആ സൈഡ് സെറ്റ് ആവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
അപ്പോൾ നൊനേരിനെ പിടിച്ചു നിർത്തി, ലൂയിസ് കെല്ലിനെ പിടിച്ചു നിർത്തി, ഇത് രണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മേ ബി ഒരു ബെറ്റർ ലെഫ്റ്റ് വിങ്ങർ, അതുപോലെ തന്നെ മസ്റ്റായിട്ട് ഒരു സ്ട്രൈക്കർ കായ് ഹാവർട്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫുൾ സീസൺ പോകാൻ പറ്റത്തില്ല. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, അവിടെ എഡീഷൻസ് വരുമോ? യോക്കറസ് ഡീൽ വെച്ചാൽ ഒന്നെങ്കിൽ ആഡ് ഓൺസ്, ശരിയാണ്, ആർസണലിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അവർ തോന്നുമ്പം വാക്ക് മാറ്റിക്കൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി ആർസണലിന്റെ ഭാഗത്ത് ന്യായമുണ്ട്, അവർക്ക് ആർഗ്യൂ ചെയ്യാം. പക്ഷേ എന്താ ചെയ്യുക, അവർക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സൈനിങ് ആണ്. അത് എത്രയും പെട്ടെന്ന് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സ്ട്രൈക്കർ, മേ ബി ലെഫ്റ്റ് വിങ്ങർ. റോഡ്രിഗോ നോ ബ്രെയിനർ സൈനിങ് ആണ്. ആ ഡീലിൽ ഇപ്പോൾ ലിവർപൂളാണ് ലീഡ് ചെയ്തെന്ന് കേൾക്കുന്നു. സോ ആ ഡീൽ ഹൈജാക്ക് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇനി ഇസാക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ ആർസണൽ എന്തുകൊണ്ട് അലക്സാണ്ടർ ഇസാക്ക് ഡീലിലോട്ട് എൻ്റർ ആവുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. സോ അവിടുന്ന് നമ്മൾ നേരെ അടുത്ത റൈവൽസ്, ആർസണലിന്റെ ബിഗസ്റ്റ് റൈവൽസിൽ ഒരാളായ ചെൽസിയിലോട്ട് പോവുകയാണെങ്കിൽ, ചെൽസി ഈ സമ്മറിൽ എൻ്റെ അഭിപ്രായത്തിൽ ലണ്ടൻ ക്ലബ്ബുകളിലെ ഏറ്റവും സ്മാർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ക്ലബ്ബുകളൊന്നും, ഇഫ് നോട്ട് ലണ്ടൻ ക്ലബ്ബുകളിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ്, എൻ്റെ ഒരു ഒപ്പീനിയൻ ഏറ്റവും ബെസ്റ്റ് ഡീൽസ് ഉണ്ടാക്കിയ ക്ലബ്ബ്. അതിനേക്കാൾ ഉപരി വേൾഡ് ഫുട്ബോളിൽ ഓവറോൾ മാർക്കറ്റ് നോക്കാനായിട്ടാണ്, എല്ലാ ലീഗിലും നോക്കാനായിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിൻഡോ പൊക്കോണ്ടിരിക്കുന്ന ചെൽസിയുടെയാണ്. ഒരു സോളിഡ് 9/10 അല്ലെങ്കിൽ ഒരു 8 സോളിഡ് 9/10 കൊടുക്കാവുന്ന ഒരു വിൻഡോ ആയി ചെൽസിയുടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലിങ്ക്സും കൂടെ വെച്ച് നോക്കുമ്പോൾ. സോ ചെൽസിനെ നമ്മൾ സെയിൽസിന് ആദ്യമേ നമ്മൾ അവർക്ക് മാർക്ക് കൊടുത്തേ പറ്റൂ. കാരണം ചെൽസിയുടെ സെയിൽസ് എല്ലാം അടിപൊളിയാണ്. അവർ മാഡിവയ്ക്ക് 55 മില്യൺ പൗണ്ട്സ് റേസ് ചെയ്തു. ഇതിൽ ഒന്നും പറയാനില്ല. പെട്രോവിച്ചിന് 25 രൂപ ടു പ്രോഫിറ്റ്. അതുപോലെ തന്നെ റെനേറ്റോ വേഗ ഇപ്പോൾ അത്ലറ്റിക്കോട് 40 മില്യൺ അടുത്തുകൊണ്ടിരിക്കുകയെന്ന് കേൾക്കുന്നു. അതിലും വൻ പ്രോഫിറ്റ് കിട്ടി. പിന്നെ അവർ കുറെ കോബാം പ്രോഡക്ട്സിനെ ലോണിന് വിട്ടിട്ടുണ്ട്. അവർ ബൈ ചെയ്ത പല പ്ലേയേഴ്സിനെ അവരുടെ പേരൻ ക്ലബ്, അവരുടെ സിസ്റ്റർ ക്ലബായ സ്ട്രാസ്ബർഗിലോട്ട് വിട്ടിട്ടുണ്ട്. സോ അങ്ങനെ കുറെ ഇതുണ്ട്, അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്, ഫണ്ട്സ് റേസ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയിൽ ഇപ്പം വലിയ തലവേലില്ല. ആൻഡ് ക്ലബ് വേൾഡ് കപ്പ് ജയിക്കുക വഴി 120 മില്യൺ യൂറോസിന് മുകളിൽ അവർ ഏൺ ചെയ്യുകയും ചെയ്തു. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ഗുഡ് ഫോർ ചെൽസി. ആൻഡ് ചെൽസിയുടെ എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്ത കാര്യം, അവർ എസ്താവിയോ വില്യൻ, കെൻറി പയസ്, ആൻഡ്രേ സാന്റോസ് പോലത്തെ എക്സൈറ്റിംഗ് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഇവരെല്ലാം റിയലി എക്സൈറ്റിംഗ് ആണ്. ക്ലബ് വേൾഡ് കപ്പിൽ ഇംപ്രസ് ചെയ്തതാണ്. എസ്പെഷ്യലി എസ്താവിയോ വില്യനും ആൻഡ്രേ സാന്റോസിന് മിനിറ്റ്സ് കിട്ടിയപ്പോഴും പുള്ളി കുഴപ്പമില്ലാതെ ഇംപ്രസ് ചെയ്യുകയും ചെയ്തു. സോ പക്ഷേ ചെൽസിയുടെ എന്താ പറയുക, ഒരു ഗെയിം ചേഞ്ചിങ് സൈനിങ്സ് എന്നൊക്കെ പറയാവുന്നത് ജാവോ പെഡ്രോയും ഗിറ്റൻസുമാണ്. ഇവർ രണ്ടുപേരും ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും യൂറോപ്യൻ പ്രൂവൺ ആണ്. അതുപോലെ തന്നെ ഇവർ 3 പേരും യൂറോപ്യൻ പ്രൂവൺ എന്നല്ല, ഇവർ 3 പേരും ടോപ്പ് ലീഗിൽ പ്രൂവൺ ഒരു മിനിറ്റ്സ് ഉള്ള പ്ലേയേഴ്സാണ്. ഇപ്പൊ ഗിറ്റൻസ് നമ്മൾ എല്ലാ ബിഗ് ഗെയിംസിലും പെർഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ. അതേസമയത്ത് ഡെലാപ്പും ജാവോ പെഡ്രോയ്ക്കും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സുമാണ്. സോ നാളെ വേണമെങ്കിലും ചെൽസി വന്നാൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ സ്ക്വാഡിനെ ഇംപ്രൂവ് ചെയ്യുന്ന പ്ലേയേഴ്സ്, അല്ലാതെ അവർക്ക് മിനിറ്റ്സ് കിട്ടി യൂറോപ്യൻ ലീഗുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ടൈം വേണ്ട പ്ലേയേഴ്സ് അല്ല. അത് തന്നെയാണ് ക്ലബ് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടത്. സോ ചെൽസിനെ ക്ലബ് വേൾഡ് കപ്പിൽ സഹായിച്ച ഒരു ബിഗസ്റ്റ് സൈനിങ് ജാവോ പെഡ്രോനെ അവർ നോക്കൌട്ട് സ്റ്റേജിൽ ആഡ് ചെയ്തതാണ്. സെമി ഫൈനലിലും ഫൈനലിലും നമ്മൾ കണ്ടൊരു ജാവോ പെഡ്രോ ഉണ്ടാക്കിയ ഇമ്പാക്ട്. സോ അങ്ങനത്തെ പ്ലേയേഴ്സിന്റെ സൈനിങ്ങുകളാണ് ചെൽസിനെ ഈ സീസണിൽ ഡിഫറെന്റ് ആക്കുന്നത്. ഗിറ്റൻസ്, ജാവോ പെഡ്രോ, ഡെലാപ്പ്, ഇവർ 3 പേരും ആ സ്ക്വാഡിലോട്ട് വന്നാൽ ഉടനെ അവർക്ക് അധികം ടൈം വേണ്ട അഡാപ്റ്റ് ചെയ്യാം. അവർക്ക് ബിഗ് ഗെയിം എക്സ്പീരിയൻസ് ഉണ്ട്, പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് ഗിറ്റൻസിന്. ആൻഡ് ഡെലാപ്പിന്, ജാവോ പെഡ്രോ നമുക്കറിയാം ഈ ഓൾറെഡി അവർ ഇമ്പാക്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. സോ ചെൽസിയുടെ ഈ സൈനിങ്ങുകൾ സൂപ്പർബാണ്. അതിനേക്കാൾ ഉപരി അവരുടെ ടീം ആസ് എ ടീം എൻസോയും കൈസിയുടെയും സെറ്റ് ആവുന്നത്, ബാക്കപ്പായിട്ട് സാന്റോസ് വന്നത്, ആൻഡ് ലാവിയ ഫിറ്റ് ആയിട്ടിരിക്കുകയാണ്, അതൊരു ഗെയിം ചേഞ്ചറാണ്. ആൻഡ് ഡിഫൻസിലോട്ടും അവരിപ്പോൾ അഡീഷൻസ് നോക്കുന്നുണ്ട്. ഡിഫൻസിൽ ജാറൽ ഹാർട്ടോ ലിങ്ക്സ് ഇപ്പം വളരെ സ്ട്രോങ് ആണ്. സോ ഹാർട്ടോ ഡീൽ അവർ പുള്ളിയാണെങ്കിൽ കുക്കുറേക്ക് ഒരു പ്രോപ്പർ ബാക്കപ്പ്, മേ ബി സെൻട്രൽ ബാക്കായിട്ട് ആൾക്ക് കളിക്കാൻ പറ്റും. സോ അതൊരു ക്വാളിറ്റി അഡീഷൻ ആവും. റെനേറ്റോ വേഗസ് ഡീൽ നടക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ മിക്കവാറും ജാറൽ ഹാർട്ടോടെ ഡീലിലോട്ട് മുന്നോട്ട് പോകും തോന്നുന്നുണ്ട്. കൂടാതെ സെൻട്രൽ ബാക്കിൽ മറ്റ് അഡീഷൻസിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ മേ ബി ഒരു വൺ മോർ, ഈ ജോറൽ ഹാർട്ടോടൊപ്പം തന്നെ ഒരു വൺ മോർ ക്വാളിറ്റി സെൻട്രൽ ബാക്ക്, മേ ബി അവർ ഗോൾ കീപ്പർ, ഇപ്പം എന്തോ സാഞ്ചസ് ക്ലബ് വേൾഡ് കപ്പിൽ ഇംപ്രസ് ചെയ്തെങ്കിലും മേ ബി അവിടെ ഒരു കോമ്പറ്റീഷൻ വേണം, സാഞ്ചസിന് ഒരു ഇത് വേണം. സോ ഒരു ഗോൾ കീപ്പർ അഡീഷൻ കൊണ്ടുവരുവാണെങ്കിൽ ചെൽസിയുടെ വിൻഡോ വിൽ ബി ഗ്രേറ്റ്. ദ ബെസ്റ്റ് വിൻ ലണ്ടൻ ക്ലബ്സിന്റെ കാര്യത്തിൽ ദ ഗ്രേറ്റസ്റ്റ് വിൻ, ഈ ഇതിലെ ഏറ്റവും ദ ഗ്രേറ്റ് വിൻഡോ ആയി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്താണ് ചെൽസിയിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അവിടെ നമ്മൾ നേരെ ടോട്ടൻഹാം ഹോട്ട്സ്പറിലോട്ട് പോവുകയാണെങ്കിൽ, ടോട്ടൻഹാം ഹോട്ട്സ്പറും ഈ വിൻഡോ റിയലി സർപ്രൈസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അവർ നല്ല ടക്കായും ബുസ്കോവിച്ചും പോലത്തെ 2 ക്വാളിറ്റി ബാക്കപ്പ് ഓപ്ഷൻ എന്ന് പറയും, അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടുള്ള ക്വാളിറ്റി ബാക്കപ്പ് ഓപ്ഷൻസിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം മിക്കി വാൻഡവനും റൊമേറോയും ഫിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ 2 സോളിഡ് സെൻട്രൽ ബാക്സ് ആണ് അത്. അതോടൊപ്പം ഡാൻസോനെ അവർ ഓൾറെഡി ജാനുവരി കൊണ്ടുവന്നിരുന്നു. സോ സെൻട്രൽ ബാക്ക് ഏരിയയിൽ അവർ അത്യാവശ്യം കോമ്പാക്ട് ആവുന്നുണ്ട്. കൂടാതെ അവർ സബ്രാനി ഡീല് ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ലക്രോയിക്സ് ഡീലുമായിട്ട് ലിങ്ക്സ് കാണുന്നുണ്ട്. ഈവൻ മറ്റ് പല സെൻട്രൽ ബാക്സും ബൊളോഗ്നയുടെ ഒക്കെ പല പ്ലേയേഴ്സുമായിട്ടൊക്കെ ടോക്സ് നടത്തുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. സോ
അവർ വൺ മോർ സെൻറ്റർ ബാക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ ഡിഫെൻസീവ്ലി അവർ സോളിഡ് ആവാൻ തന്നെയാണ് പ്ലാൻ. നമുക്കറിയാം മിക്കി വാൻഡോവിനും റൊമേറോയും ഇഞ്ചുറി പ്രോൺ ആണ്, അത് അവർക്കറിയാവുന്ന ഒരു കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി അവരവിടെ അത്യാവശ്യം ക്വാളിറ്റി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വിങ് ബാക്ക് ഏരിയയിൽ ഇപ്പം സ്പെൻസ് ആണെങ്കിലും പെട്രോ പോറോ ആണെങ്കിലും ഉഡോഗി ആണെങ്കിലും ക്വാളിറ്റി ഓപ്ഷൻസ് ആണ്. സ്പേഴ്സിന്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ അവരുടെ ഇഞ്ചുറി റെക്കോർഡ് തന്നെയാണ്. അത് അവർ മറികടക്കാൻ സാധിക്കുവാണെങ്കിൽ അത് ഗ്രേറ്റ് ആയിരിക്കും. അവർക്ക് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. ഈവൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ് ഇൻ ദ വേൾഡ് ഫുട്ബോൾ തന്നെ അവർക്കുണ്ട് വിക്കാരി. പക്ഷെ പുള്ളിയും ഇഞ്ചുറി പ്രോൺ ആണ്. സോ ബാക്ക് ലൈനിലുള്ള ഒരു ഇഞ്ചുറി ഇഷ്യൂ തോമസ് ഫ്രാങ്കിന് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചറായി. അതോടൊപ്പം തന്നെ മിഡ്ഫീൽഡിൽ കൺസിസ്റ്റൻസി. സാറെ, ബിസൂമ, മാഡിൻസൺ, ബെൻഡാങ്കോ കേൾക്കുമ്പോൾ രസകരമായിട്ടുള്ള മിഡ്ഫീൽഡ് ഫോറാണ്. പക്ഷേ ഇവർ 4 പേരുടെയും കുഴപ്പം 4 പേരും ഇഞ്ചുറി പ്രോൺ ആണ്. ആൻഡ് ബിസൂമയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ബിസൂമ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. സോ ബിസൂമേനെ അവർ സെയിൽ ചെയ്യാനായിട്ട് നോക്കുന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് 2 നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. ഒന്ന് ബെർഗ്വാളും ഇപ്പം ആർച്ചി ഗ്രേയും. ഈ 2 പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നു തോമസ് ഫ്രാങ്കിന് അണ്ടർ ത്രൈവ് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ബെർഗ്വാൾ ക്വാളിറ്റി പ്ലെയർ ആണ്. ബെർഗ്വാൾ വിത്തൗട്ട് എ ഡൗട്ട്. അവർ മിഡ്ഫീൽഡിലോട്ട് വാർട്ടനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. കൂടാതെ ഇവൻ വാർട്ടനെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും കൂടെ വരുമെന്ന് കേൾക്കുന്നുണ്ട്. സോ വാർട്ടന്റെ പേരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ലിങ്ക്ഡ് ആയി കാണുന്നത്. ബിസൂമ ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട്. സാറും ബെൻഡാങ്കോറും മാഡിൻസണും ഒക്കെ നിൽക്കുമെന്നുമാണ് കേൾക്കുന്നത്. സോ ഈ മാഡിൻസന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മാഡിൻസന്റെ വൺ ഓഫ് ദി ഇഷ്യൂ ഇഞ്ചുറി പ്രോൺ ആണ്. 2 ഇൻകൺസിസ്റ്റൻസി. സോ അവിടേക്കും അവർ അപ്ഗ്രേഡ് കൊണ്ടുവരുന്നുണ്ട്. സോ മെയിൻലി മോർഗൻ ഗിബ്സ് വൈറ്റിനെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡീൽ ഇപ്പം ബ്ലോക്കാണ്, അവർ കേസ് കൊടുത്തുകൊണ്ട്. സോ ആ കാര്യം അവർ സോർട്ട് ഔട്ട് ചെയ്യുവാണെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ടാണ് അവർ കുഡൂസിന് പോയി 55-60 മില്യൺ അടുത്ത് കൊടുക്കുന്നു. മോർഗൻ ഗിബ്സുമായിട്ട് റിലീസ് ക്ലോസ് 60 മില്യൺ പൗണ്ട്സ് റിലീസ് ക്ലോസ് പ്ലേ ചെയ്യുന്നു. സോ അവർ വളരെ അഗ്രസീവായിട്ടാണ് മാർക്കറ്റിൽ നീങ്ങി തുടങ്ങിയത്. സോ മോർഗൻ ഗിബ്സുമായിട്ട് അഡീഷൻ സൂപ്പർബാണ്. മാഡിൻസനെ ട്രസ്റ്റ് ചെയ്ത് അവർക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങളെ ക്ലബ്ബിൽ എത്തിക്കണമെങ്കിൽ മാഡിൻസൺ നിങ്ങളുടെ നമ്പർ 10 ആയിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ഒരു ഫുൾ സീസൺ കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അവിടേക്കാണ് മോർഗൻ ഗിബ്സുമായിട്ട് അഡീഷൻ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചറാണ്. അതുപോലെ തന്നെ കുദൂസ് വാട്ട് സൈനിങ്, സൂപ്പർ സൈനിങ്. വെസ്റ്റ് ഹാമിൽ നിന്ന് കുദൂസിനെ അവർ സൈൻ ചെയ്തത് 1.5 ഡീല് തന്നെയാണ്. കുദൂസ്, കുളിസസ്കി, അതുപോലെ തന്നെ ബ്രെനൻ ജോൺസൺ, സൊലാങ്കെ, ടെല്ലിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ഹ്യൂമിൻസൺ ഉണ്ട്. ഹ്യൂമിൻസൺ ഈ ടീമിൽ സ്റ്റാർട്ടർ ആവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ ഡോണ്ട് നോ. ഹ്യൂമിൻസനെ നമുക്ക് പഴയ ഹ്യൂമിൻസൺ അല്ല, പുള്ളിക്ക് മാസീവ് ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് കുളിസസ്കി പ്രൈമിലാണ്. അതുപോലെ തന്നെ സൊലാങ്കി നമുക്കറിയാം ലാസ്റ്റ് സീസൺ ബിറ്റ് ഓൺ ആൻഡ് ഓഫ് ആണ്, ബട്ട് ഈ സീസൺ കൺസിസ്റ്റന്റ് ആവുമായിരിക്കും. ടെല്ല് ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടുണ്ട്. ആൻഡ് ബ്രെനൻ ജോൺസൺ ക്വാളിറ്റി പ്ലെയർ ആണ്. എസ്പെഷ്യലി ആള് മൊമെന്റ്സിൽ ഗോൾസ് സ്കോർ ചെയ്യും. ആൻഡ് റിച്ചാർഡ്സൺ ഉണ്ട്. ഈവൻ ദോ റിച്ചാർഡ്സനെ പല ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിലും റിച്ചാർഡ്സൺ പോകുന്ന കാര്യമൊന്നും സ്ട്രോങ്ലി കേൾക്കുന്നില്ല. ബട്ട് റൈറ്റ് ഓഫർ വന്നാൽ പോകുമായിരിക്കും. സോ റിച്ചാർഡ്സൺ നിൽക്കും എന്നുള്ള കാര്യം ഗ്യാരണ്ടി അല്ല. പക്ഷേ ടെല്ലും സോലാങ്കിയും അടങ്ങുന്ന സെന്റർ ഫോർവേഡ് ഡിയോ മോശമല്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ബ്രെനൻ ജോൺസണും കുഡൂസും. സോ അവർക്കിടയിൽ നല്ല കോമ്പറ്റീഷൻ വരാം, ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവരെല്ലാം ഫിറ്റ് ആയിട്ട് നിൽക്കുകയാണ്, ഗെയിം ചേഞ്ചർ ആണ്. സോ സ്പേഴ്സിന്റെ ക്വാളിറ്റി ഉണ്ട്. മിഡ്ഫീൽഡിൽ ലെറ്റ്സ് ആ ഒരു അഡീഷൻ ഉണ്ട്. ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡറോടെ വന്നാൽ മോർഗൻ ഗിബ്സ് വൈറ്റ് അവർക്ക് ഓക്കെ ആക്കാനും സാധിച്ചാൽ ദാറ്റ്സ് എ ക്വാളിറ്റി സൈഡ്. മെയിൻലി തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു കോച്ചുമാണ് എന്നാ പറയുക കൺസിസ്റ്റന്റ് ആയിട്ട് ടീമിനെ നിലനിർത്താൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പോസ്റ്റോകോഗ്ലുവിനെ പോലെയോ അല്ലെങ്കിൽ ഇവൻ പൊച്ചറ്റീനെ പറയാൻ പറ്റുന്നത് പോസ്റ്റോകോഗ്ലുവിനെ പോലെ അല്ല, ഈവൻ ജോസെ മൊറീനെ പോലെ ഒരു എക്സാക്ട് സിസ്റ്റം കളിക്കാതെ എന്നാ പറയുക ടീമിന്റെ സ്ട്രെങ്ത് എന്താണോ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ കോച്ചാണ് തോമസ് ഫ്രാങ്ക്. സോ ആ സ്ക്വാഡ് മോശമില്ലാത്തൊരു സ്ക്വാഡാണ്. അതിലോട്ട് അവരെ ഏറ്റവും ബെസ്റ്റ് സൈനിങ് മേ ബി തോമസ് ഫ്രാങ്ക് അവരുടെ കോച്ചായി മാറാനായിട്ട് സാധ്യതയുണ്ട്. സോ ആ ഒരു ഡീൽ എങ്ങനെ പോകും നമുക്ക് നോക്കാം. സോ എനിക്ക് തോന്നുന്നത് സ്പേഴ്സിന്റെ വിൻഡോ ഈസ് ഗോയിങ് എക്സലന്റ് ആയിട്ടാണ് സ്പേഴ്സിന്റെ വിൻഡോ പോകുന്നത്. മേ ബി അവർ യൂറോപ്പ ലീഗ് അടിച്ചത് ഡെഫിനറ്റ്ലി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കും കൂടുതൽ ട്രോഫീസ് അടിക്കണമെന്നൊരു മൈൻഡുണ്ട്. സോ എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗ് ഫേവറേറ്റ് ആവാൻ പറ്റും. ആർസണലും ചെൽസിയുടെ അത്രയും ഫേവറേറ്റ് ആണ് അവരെന്നോ മറ്റോ ഒന്നും അല്ല പറയുന്നത്. പക്ഷേ എന്നാലും ഡെഫിനറ്റ്ലി സ്ക്വാഡിൽ മാസീവ് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കാം എങ്ങനെ പോകുമെന്ന്. സോ ഈ 3 ക്ലബ്സിലും നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പം ട്രാൻസ്ഫർ വിൻഡോ പോകുന്നതെന്നുള്ളൊരു ഒപ്പീനിയൻ പറയുക. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സോഫാർ ചെൽസി ഈസ് ഗോയിങ് ഗ്രേറ്റ്. ആർസണലിന് ഇത് ഗ്രേറ്റ് ആയി മാറാം. യോക്കറസും റോഡ്രിഗോ ഡീലും അവർക്ക് പുള്ള് ചെയ്യാൻ സാധിച്ചാൽ സ്പേഴ്സിന്റെ കാര്യത്തിലോട്ട് വരുമ്പം എക്സലന്റ് ആയിട്ടാണ് പോകുന്നത്. ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അഡീഷനും അവർക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ 3 ലണ്ടൻ ക്ലബ്സിലും പറയാനായിട്ട് വന്ന് പറയാം. ആരാണ് ഈ 3നും ടൈറ്റിൽ ഫേവറേറ്റ് ആവാനായിട്ട് സാധ്യതയെന്ന് പറയാം. ഐ തിങ്ക് ആർസണൽ ഡെഫിനറ്റ്ലി ടൈറ്റിൽ റേസ് വേണം. ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറയുന്നില്ല അവർ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആണ്, പക്ഷേ അവർ അടിച്ചാൽ സർപ്രൈസ് ആയിരിക്കത്തില്ല. കാരണം പ്രോബബ്ലി പ്രീമിയർ ലീഗിലെ ബഞ്ച് ഓഫ് എക്സൈറ്റിംഗ് യങ്സ്റ്റേഴ്സ് അഥവാ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പൂൾ ഓഫ് ടാലൻസ് അല്ലെ, ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്താനായിട്ട് സാധ്യതയുള്ള ഒരു പൂൾ ഓഫ് ടാലൻസ് അതാണ്
ചെൽസിയിൽ ഇപ്പം തോന്നുന്നത്. കാരണം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഗിറ്റൻസ് പോയിന്റ് ടു പ്രൂവ്, ജോ പെഡ്രോ പോയിന്റ് ടു പ്രൂവ്, പാൾമർ നമുക്കറിയാം നെക്സ്റ്റ് ബിഗ് തിങ് ആയി മാറി, ഇറ്റ് ഹാസ് എ പോയിന്റ് ടു പ്രൂവ് ടു വിൻ ടൈറ്റിൽസ്. എസ്താവ്യബിൽ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറയുന്നത് ബ്രസീലിൽ നിന്ന് വരുന്ന ഐറ്റം, കെൻട്രി പൈസ് പോലത്തെ എക്സൈറ്റിംഗ് വിങ്ങർ, അനൻസോയും കൈസൂഡോയും അടങ്ങുന്ന ഒരു സോളിഡ് മിഡ്ഫീൽഡ് ഡുവോ. പിന്നെ അവരെ ബാക്ക് ലൈനോട് ഒന്ന് സെറ്റാക്കാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി ചെൽസി പ്ലേയേഴ്സിനോട് ഒരു ബഞ്ച് ഓഫ് എക്സൈറ്റിംഗ് യങ്സ്റ്റേഴ്സിന്റെ ഒരു സൈഡാണ് ചെൽസി. സോ ഞാൻ ഭയങ്കര ഈഗർലി നോക്കിയിരിക്കുന്ന ഈ ലണ്ടൻ സൈഡ്സിൽ ഡെഫിനറ്റ്ലി ചെൽസിനെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും.